ഹായ് ഫ്രണ്ട്സ്. ജി ചാവൂക്കിന്റെ സീരീസുകൾ പൊതുവെ നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യിക്കാറില്ല. ഈ സീരീസിലും അക്കാര്യത്തിൽ ഒരു കുറവുമില്ല. പൊതുവെ കാണുന്ന ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് ഫാബ്രിക്കേറ്റഡ് കേസ്. അത് കാരണം സ്ട്രഗിൾ ചെയ്യുന്ന ഹീറോ, പക്ഷേ ആക്ടിങ് അത് വേറെ ലെവലാണ്. സീരീസിന്റെ പേര് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ദ മാനിപ്പുലേറ്റഡ് അഥവാ ഫാബ്രിക്കേറ്റഡ് സിറ്റി. എങ്ങനത്തെ വില്ലനായിരിക്കുന്നത് ജസ്റ്റ് പോസ്റ്റർ കണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പൊതുവേ ഞാൻ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം എനിക്ക് എന്തെങ്കിലും പണി കിട്ടും. ഇപ്പം കിട്ടിയ പനിയാണ്. അതുകൊണ്ട് സൗണ്ട് കുറച്ച് ടെറിബിൾ ആയിരിക്കും എന്നുള്ള ഒരു അറിയിപ്പ്. ഇനി നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. തുടക്കത്തില് നമ്മുടെ കഥാനായകൻ ഒരു വലിയ ബിൽഡിങ്ങിൽ നിന്ന് ഭയങ്കര സ്പീഡില് അവന്റെ ബൈക്കും എടുത്ത് എങ്ങോട്ടോ പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാണ് നമുക്ക് മനസ്സിലാവുക ഒരു യെല്ലോ കാറിനെ ഫോളോ ചെയ്താണ് പോകുന്നത് എന്ന്. കുറച്ച് കഴിയുമ്പോൾ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. ഒരു അടിപൊളി സ്റ്റണ്ട് സീന്. ഞാൻ മരിക്കേണ്ടി വന്നാൽ പോലും നിന്നെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയിരിക്കും എന്ന് ഹീറോയുടെ വോയിസ് ഓവർ കേൾക്കാം. ഇവിടെ മാനിപ്പുലേറ്റഡ് എന്ന ടൈറ്റിലിട്ട് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ ഹീറോ തേജുങ് മെയിൻ ആയിട്ട് ചെയ്യുന്ന ജോലി ഡെലിവറിയാണ്. ഇപ്പൊ പോലും ഒരു ഡെലിവറി കഴിഞ്ഞ് അടുത്തത് എടുക്കാൻ വേണ്ടിയിട്ട് വരുവാണ്. അപ്പൊ ഫ്രണ്ടാണ് ആ ഫുഡ് എടുത്ത് കൊടുക്കുന്നത്. അത് മേടിക്കാൻ പോകുമ്പോഴേക്കും ഈ പണം ഉണ്ട് എന്നുള്ള ഒരു അഹങ്കാരം കൊണ്ട് പ്രാന്ത് പിടിച്ചതിനെ കൂട്ടുള്ള പെരുമാറ്റമുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ. അതേ കണക്ക് ഒരു ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഒരു കാറിൽ ഇവരെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഗേൾ ഫ്രണ്ട് കയ്യിലിരിക്കുന്ന ഫുഡ് മേടിച്ച് അത് നിലത്തിട്ടിട്ട് പോവാണ്. അത് കണ്ടൊന്ന് ഡിസപ്പോയിന്റഡ് ആവുന്നുണ്ടെങ്കിലും അങ്ങനെ വിട്ടുകൊടുക്കാൻ തേജും തയ്യാറല്ല. കയ്യിലുള്ള സ്കൂട്ടി വെച്ചിട്ട് പോയിട്ട് പോലും അവർക്ക് ടഫ് കൊടുക്കുന്നുണ്ട്. ആ സ്പീഡിൽ വരുന്ന വണ്ടികളുടെ ഇടയിലൂടെ, ആൾക്കാരുടെ ഇടയിലൂടെ, ഇടവഴിയിലൂടെ എന്ന് പറഞ്ഞ് കുറച്ചു നേരം നമ്മളെ പിടിച്ചിരുത്തുന്നതിനെ കൂട്ട് ചേസിങ് സീന്. കാർ ഓടിക്കുന്ന ബോയ് ഫ്രണ്ട് പോലും പറയുന്നുണ്ട് ഇവനിതെന്താ വേണ്ടത് എന്ന്. അങ്ങനെ ഫോളോ ചെയ്തു വരുന്നു. അത്യാവശ്യം നല്ല ദൂരം തന്നെ ഫോളോ ചെയ്തു പോയിട്ട് നടു റോട്ടില് കാറിന്റെ മുന്നിൽ നിർത്തുവാണ്. അവരന്തം വിട്ട് നോക്കിയിരിക്കുമ്പം ആ ഫുഡ് എടുത്തോണ്ട് വന്ന് നിങ്ങളുടെ ഡെലിവറി ഇതാണെന്ന് പറഞ്ഞു കൊടുത്ത് അവരുടെ അടുത്ത് നിന്ന് പൈസ മേടിച്ചിട്ടാണ് ഹീറോ ഓർന്ന് പോകുന്നത്. നമ്മുടെ റിസോഴ്സിനെക്കാട്ടും നമ്മൾ എത്രത്തോളം വില്ലിങ് ആണ് എന്നുള്ളതിലാണ് കാര്യം എന്ന് തെളിയിക്കുന്നതിനെ കൊണ്ട് ഒരു സീന്. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് അനിയനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവനെ സ്വന്തം എന്ന് പറയാൻ വേണ്ടിയിട്ട് അനിയനായിട്ടുള്ള തേജൻ മാത്രമേ ഉള്ളൂ. അമ്മ മരിച്ചതായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അച്ഛൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും ഇവര് മാത്രമാണ് അവരുടെ ഫാമിലിയിൽ ഉള്ളത്. രണ്ടുപേർക്കും പരസ്പരം അത്രയ്ക്ക് ഇഷ്ടം, അത്രയ്ക്ക് കമ്പനിയുമാണ്. തേജിന് എന്തോ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ തോറ്റു, എന്നാൽ പോലും അവനെ കൊണ്ട് പറ്റുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഹീറോ ഉള്ളത്. തേജിനും അത്രത്തോളം ശ്രമിക്കുന്നുണ്ട്. കണ്ട് സംസാരിച്ച് തേജിൻ വീട്ടിലെത്തുമ്പോഴേക്കും തേജുങ്ങിന്റെ അടുത്ത് നിന്ന് പൈസ വരുന്നുണ്ട്. വീട്ടില് ചെന്ന പാട് തേജിൻ ആദ്യം ചെയ്യുന്നത് യൂട്യൂബില് സ്റ്റഡി വിത്ത് മീ എന്നുള്ള ഒരു ടാഗ് ലൈനില് പഠിച്ചോണ്ട് അവരെയും പഠിപ്പിക്കുന്നതാണ്. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന തേജുങ് അപ്പോഴും റെസ്റ്റ് അല്ല എടുക്കുന്നത്. അവനൊരു ഗാർഡൻ ഉണ്ട്, അതിനു വേണ്ടിയിട്ട് വളവോ അങ്ങനെ എന്തോന്ന് മേലേക്ക് കൊണ്ട് വെക്കുന്നുണ്ട്. അതും കുറച്ച് മല പോലെയുള്ള ഒരു സ്ഥലം. ആ സ്റ്റെപ്പ് കയറിയിട്ട് അത്രയും ചാക്ക് 3-4 ഉണ്ട്. അതെല്ലാം മേലെ കൊണ്ടുവെക്കുന്നു. മേലെ തേജിന്റെ 3 ഫ്രണ്ട്സും ഉണ്ട്. എല്ലാരും കൂടിയാണ് അവിടെ ലൈറ്റ്സ് ഒക്കെ ഫിറ്റ് ആക്കുന്നത്. അത് ഓൾമോസ്റ്റ് കഴിയുമ്പോഴേക്കും അവന്റെ ഗേൾ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നു. എല്ലാരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രണ്ട്സ് എല്ലാം പോകുന്നുണ്ട്. ഹീറോ ഇപ്പൊ തന്നെ പല ജോലികൾ ചെയ്യുന്നുണ്ട്. ഡെലിവറി, പിന്നെ ഗാർഡനിങ്, അങ്ങനെ പലതും. റെസ്റ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഗേൾ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് നീ ഇതെപ്പോഴാ നിർത്തുന്നേന്ന്. തേജുങ്ങിന് അതങ്ങനെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റത്തില്ല. കാരണം അവനെ ലോൺ അടച്ചു തീർക്കാനുണ്ട്. അനിയൻ ഗ്രാജുവേറ്റ് ആവണം. അവനെ പഠിപ്പിക്കാനുള്ള ചെലവ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അറ്റ്ലീസ്റ്റ് അവൻ ഗ്രാജുവേറ്റ് ആവുന്നവരെങ്കിലും ഇത് ചെയ്തേ പറ്റൂ. അത് അവക്ക് മനസ്സിലാവും. വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഗേൾ ഫ്രണ്ട് ആണ്. അന്ന് അവൾ അവന്റെ കൂടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നതും. വളരെ അധികം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പയ്യനാണ്. രാവിലെ തന്നെ വർക്കിന് പോകേണ്ടതുകൊണ്ട് നേരത്തെ എണീറ്റ് അവക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ച് വേസ്റ്റും താഴെ കൊണ്ട് കളഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. ഡെലിവറി ചെയ്യാൻ പോയി അത് ഫോട്ടോ എടുത്ത് തിരിച്ച് ലിഫ്റ്റിൽ പോവാൻ നോക്കുമ്പം ലിഫ്റ്റ് അപ്പോഴേക്കും ക്ലോസ് ആയിപ്പോയി. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ചെടി ശ്രദ്ധിക്കുന്നു, അതിലെന്തോ കേട് പറ്റിയിട്ടുണ്ട്. അത് സൺലൈറ്റ് തട്ടാതെ മാറ്റി വെച്ചിട്ട് ഇത് പാർഷ്യലി മാത്രം സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് എന്ന് ഒരു നോട്ട് എഴുതി വെച്ചിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ഡെലിവറിക്ക് വരുമ്പം അവിടെ ഒരു മുത്തശ്ശി ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ ചോദിക്കുന്നു. ഇപ്പൊ വരാമെന്നും പറഞ്ഞ് അത് തിരക്കിട്ട് അവിടെ കൊണ്ടുവച്ച് മുത്തശ്ശിക്ക് സ്യൂട്ട് കേസ്, അത് നല്ല വെയിറ്റ് ഉള്ള ഒരു സ്യൂട്ട് കേസ് അത്യാവശ്യം കുറച്ച് കയറ്റമുള്ള ഒരു സ്ഥലത്ത് കൂടെ ഓടിക്കൊണ്ടുവെക്കുന്നുണ്ട്. മുത്തശ്ശീനെ കൂട്ടിയിട്ടും കൂടിയല്ല കയറ്റത്തില് മേലെ കൊണ്ടുവെക്കുന്നത്. അത്രത്തോളം തിരക്കിലാണുള്ളത്. എന്നിട്ട് പോലും ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് രാത്രി ചെറുതായിട്ടൊരു ഫുഡ് മേടിച്ച് കഴിക്കാനിരിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്. നോക്കുമ്പോ അവന്റെ ഫോണല്ല, സൗണ്ട് വേറെ എവിടുന്നോ ആണല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പം അവിടെ ചെടീൻ്റെ അടുത്ത് ഒരു ഫോൺ കിടക്കുന്നുണ്ട്.
അടുത്തെങ്ങും ആരുമില്ല. ആരോ വിട്ടുപോയതാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. അവനും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കോൾ എടുത്ത് സംസാരിക്കുമ്പം ഒരു ലേഡിയാണ് എൻ്റെ ഫോണ് നഷ്ടപ്പെട്ടു പോയതാണ്, അതെവിടെയുള്ളത് എന്ന് പറയാവോ എന്ന് ചോദിക്കുമ്പം കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് കൊണ്ടുതരാവോ എന്ന് ചോദിക്കുന്നു. ഹീറോ പൊതുവെ ഹെൽപ്പ് ചെയ്യുന്ന കൂട്ടത്തിലാണ്, എന്നാൽ പോലും ഇപ്പൊ ഡെലിവറി ഉള്ളതുകൊണ്ട് ഞാനിപ്പോ ഭയങ്കര തിരക്കിലാണെന്ന് പറയുന്നു. പ്ലീസ് അതൊന്ന് കൊണ്ടുവരാണെങ്കിൽ ഞാൻ 30,000 ഫോൺ തരാന്ന് പറയുമ്പം പൈസയ്ക്ക് ഡെലിവറി ചെയ്യൽ തന്നെയാണല്ലോ തേജുനും ചെയ്യുന്നത്, അതുകൊണ്ട് ശരി ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ലേഡി പറഞ്ഞ അഡ്രസ്സിലേക്ക് പോയി നോക്കുമ്പം അതൊരു ടണലാണ്. അവിടെയാണെങ്കിൽ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല. സംശയിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പം ആ ലേഡി തന്നെ വിളിക്കുന്നുണ്ട്, സ്ഥലത്തെത്തിയോന്ന് ചോദിച്ച്. അതെത്തി, പക്ഷെ ഒരു ടണലിന്റെ മുന്നിലാണുള്ളത് എന്ന് പറയുന്നു. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് വന്ന് നിങ്ങളെ കാണാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്താൽ മതി, ടണലിന്റെ ഉള്ളിൽ എമർജൻസി ഫോൺ ബോക്സ് ഉണ്ട്, അതിന്റെ ഉള്ളിൽ ഇത് വെച്ചാൽ മതി എന്ന് പറയുന്നു. വീടിന്റെ അഡ്രസ്സ് പറഞ്ഞു തരുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് തന്നെ കൊണ്ടുതരാം, എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് തേജുൻ. ഒരു സ്ട്രേഞ്ചർക്ക് വീടിന്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നതിൽ എനിക്ക് അത്ര താല്പര്യമില്ല, സാരമില്ല അവിടെ തന്നെ വെച്ചാൽ മതി എന്ന് ആ പെണ്ണും പറയുമ്പം ഹീറോയ്ക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ, അതവിടെ വെച്ച് അവിടെ തന്നെ പേയ്മെന്റും ഉണ്ട്, അതും എടുത്ത് വരുന്നുണ്ട്. അതെടുത്ത് പുറത്തേക്ക് വന്നതും ഇവന്റെ നേർക്ക് ഒരു വലിയ ട്രക്ക് ഇടിക്കാൻ വരുന്ന പോലെ വരുന്നുണ്ട്. ജസ്റ്റ് മിസ്സിന് ഇടിക്കുന്നില്ല. അടുത്ത ദിവസം അമ്മേന്റെ ഓർമ്മ ദിവസമാണ്, അതുകൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കി അമ്മേന്റെ ഫോട്ടോന്റെ മുന്നിൽ വെച്ച് അമ്മേന്റെ അടുത്ത് സംസാരിച്ചിരിക്കുകയാണ്. തേജിന് എക്സാം ആവാറായതുകൊണ്ട് അവന്റെ അടുത്ത് വീട്ടിലിരുന്ന് പഠിക്കാൻ പറഞ്ഞേക്കുവാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് വരത്തില്ല, അമ്മ അതിലെ ദേഷ്യമൊന്നും തോന്നരുത്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും തേജൻ ഫെയിൽ ആയിക്കൊണ്ടേയിരിക്കുകയാണെന്ന് അവനവന്റെ വറീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് തേജൻ ഫ്ലവറുമായിട്ട് വരുന്നത്. അവിടെ ഇരുന്ന് പഠിക്കാനല്ലേടാ നിന്നോട് പറഞ്ഞത്, എന്തിനാ അങ്ങോട്ടേക്ക് വന്നത് എന്ന് തേജും. നീ അമ്മയ്ക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് അറിയാമെന്നും പറഞ്ഞിട്ടാണ് ആ ഒരു ഫ്ലവേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അവരെ കാഷ്വലായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നു. പിന്നെ മഴ പെയ്യുന്നാണ്ട് ചെടികളൊക്കെ അകത്തേക്ക് എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്ന തേജുവിനെയാണ് കാണുന്നത്. തേജു വീടിന്റെ അകത്ത് നിൽക്കുമ്പം പുറത്ത് കുറച്ച് സസ്പീഷ്യസ് ആയിട്ട് ആൾക്കാർ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവരാണെങ്കിൽ അവന്റെ ചെടിയിലൊക്കെ ചവിട്ടി മിതിച്ചാണ് കയറി വരുന്നത്. ആരോ ഡോറ് നോക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഡോറ് തുറക്കാൻ വേണ്ടി തേജുവും വരുന്നത്. അടുത്ത് എത്തുമ്പോഴേക്കും തന്നെ അവര് വാതിലുടച്ചു വന്ന് അവനെ അടിച്ചു പിടിക്കുന്നുണ്ട്. ആദ്യം തന്നെ അടിച്ച് ബലപ്പെടുത്തി പിടിക്കാനാണ് നോക്കുന്നത്. അവനെ മനസ്സിലാവുന്നില്ല എന്തിനാണ് തന്നെ ഇവര് പിടിക്കുന്നത്, ആരാണ് എന്നൊന്നും. പിന്നെയാണ് അവര് പറയുന്നത് മർഡർ കേസിൽ നിന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാണെന്ന്. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഫുള്ള് റിപ്പോർട്ടേഴ്സ്, TV ന്യൂസിലൊക്കെ മൊത്തം ഇതാണ് പറയുന്നത്. ഹാൻഡ് റിവറിന്റെ അടുത്തുള്ള ടണലിൽ വെച്ച് ഒരു 20 വയസ്സുകാരിന്റെ ബോഡി കിട്ടിയിട്ടുണ്ട്, റേപ്പ് ചെയ്ത് മർഡർ ചെയ്തതാണ്, അതും ക്രൂവലായിട്ടാണ് കൊന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള ന്യൂസ് ആണ്. ഇതാണ് അവിടെയുള്ള എല്ലാ ജനങ്ങളും കാണുന്നത്. ഇവിടെ തേജുങ്ങിന്റെ അടുത്ത് ഇന്ററോഗേറ്റ് ചെയ്യാണ്. ആ മരിച്ച പെണ്ണിന്റെ ഫോട്ടോ കാണിച്ച് ഈ പെണ്ണിനെ കുറിച്ച് ചോദിക്കുമ്പം ഇവൻ ആ പെണ്ണിനെ കണ്ടിട്ട് പോലും ഇല്ലെന്നാണ് പറയുന്നത്. താനല്ല ചെയ്തത് എന്ന് പറയുന്നുണ്ടെങ്കിലും ആ പോലീസ് ഓഫീസേഴ്സ് അതൊട്ട് കേൾക്കുന്നുമില്ല. തേജുങ്ങിന് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല, കാരണം അവൻ അറിയത്തില്ല എന്താ നടക്കുന്നത് എന്ന്. ആൻസർ പറഞ്ഞാലേ വിടുള്ളൂ എന്ന് അവര്. എന്താ പറയണ്ടേന്ന് അറിഞ്ഞാലല്ലേ അവന് പറയാൻ പറ്റൂ. ഇവരെ പറയുന്നൊന്നും കേൾക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ ഫോണെങ്കിലും തരുമോ, ഒറ്റൊരു കോള് വിളിച്ചിട്ട് തരാം, എൻ്റെ ഷോപ്പിലെ ചെടികളൊക്കെ ആരെങ്കിലും നോക്കണമെന്ന് പറയാണ്. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊലപാതകി ക്രൂഷ്യൽ ആയിട്ടുള്ള ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചെടി നോക്കാൻ എനിക്ക് ആളെ വേണം, അതിനൊരു കോള് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? പോലീസുകാർക്ക് അതിന്റെ ടെൻഷൻ. ഫോറൻസിക് ചെയ്യുന്ന ആൾക്കാർ വന്ന് അവന്റെ സലൈവ എടുക്കുന്നുണ്ട്, DNA ടെസ്റ്റിന് വേണ്ടി ആയിരിക്കണം. തേജിനും ഈ കൊലപാതകമാണ് നാട് മൊത്തമുള്ള ചർച്ചാ വിഷയം. ഈ സമയത്താണ് ഗേൾ ഫ്രണ്ട് ഈ കാര്യം അറിയുന്നത് പോലും. കുറച്ച് ദിവസം കഴിഞ്ഞ് തേജുവിനെ കാണാൻ വേണ്ടിയിട്ട് അവന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. ഇപ്പോഴും എന്താ നടക്കുന്നതെന്ന് ഒരു പിടുത്തം ഇല്ലാത്തതും കൊണ്ട് തേജു ഒരുമാതിരി പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ ഉറങ്ങിയിട്ട് തന്നെ കുറെ ദിവസങ്ങളായി. കാര്യങ്ങൾ എങ്ങനെയാ പോകുന്നത് എന്ന് ഫ്രണ്ട്സ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെയും ജയിലിൽ കിടന്ന് അവൻ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട് താനല്ല ഇത് ചെയ്തത്, ഒന്ന് വിടാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ ആരും തന്നെ ഇത് വിശ്വസിക്കുന്നില്ല. അവനൊരുമാതിരി തളർന്നിരിക്കുന്നത് അവിടെ വരുന്ന ഒരു ലോയർ ശ്രദ്ധിക്കുന്നുണ്ട്. സെൻസേഷണൽ ഇഷ്യൂസ് വരുമ്പം TV-യിൽ ടോക്ക് വെക്കാറുണ്ടല്ലോ, അതേണക്ക് ഒരു പേഴ്സന്റെ അടുത്ത് എന്തായിരിക്കും ഈ കൊലപാതകത്തിനുള്ള മോട്ടീവ് എന്നുള്ള രീതിക്ക് ചോദിക്കുമ്പം ഈ കൊന്ന പേഴ്സൺ ഹയർ എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ടും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോബ് ഇല്ലാത്തതുകൊണ്ടും അതിന്റെ ഫ്രസ്ട്രേഷനിൽ ദേഷ്യത്തില് ചെയ്തതാണെന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു ന്യൂസ് അവന്റെ ഗേൾ ഫ്രണ്ട് കാണുന്നുണ്ട്. ഗേൾ ഫ്രണ്ടും തേജിനും കൂടെ ഒരു വക്കീലിനെ ഹയർ ചെയ്യുന്നുണ്ട് ഹീറോനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അവന്റെ ഫ്രണ്ട്സ് അവിടെയുള്ള ചെടികളൊക്കെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗേൾ ഫ്രണ്ട് തേജിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും അവനൊന്ന് കുറച്ചെങ്കിലും സമാധാനാവുന്നത്. അത് കഴിഞ്ഞ് ഗേൾ ഫ്രണ്ട് തേജുവിനെ കാണാൻ പോകുന്നുണ്ട്. ആദ്യം തന്നെ അവൻ ചോദിക്കുന്നത് സോറിയാണ് അവളെ ഈ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടതിന്.
താനല്ല ഇത് ചെയ്തത് എന്ന് തേജുങ് പറയുന്നുണ്ട്. അവക്കും അത് വിശ്വാസമാണ്, അവൻ അങ്ങനെ ചെയ്യത്തില്ലെന്ന് അവക്കും അറിയാം. വക്കീലിനോട് സംസാരിക്കുമ്പം ഹീറോയുടെ അന്നേ ദിവസത്തെ അലീബി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സ്ട്രോങ് ആയിട്ടൊരു അലീബി ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നു. അലീബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ഇന്ന ക്രൈം ചെയ്തിട്ടില്ല, ആ സമയത്ത് ആള് വേറെ സ്ഥലത്തായിരുന്നു എന്ന് തെളിയിക്കുന്ന തെളിവാണ്. മേ ബി CCTV ഫുട്ടേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആയിരിക്കാം, അങ്ങനെ എന്തോ ആയിരിക്കാം. തേജുങ് പൊതുവെ ഒരു ബ്രേക്ക് പോലും എടുക്കാത്ത ഒരു മനുഷ്യനാണ്. എപ്പോഴും എന്ന് പറഞ്ഞ കണക്ക് എന്തെങ്കിലും പണിയെടുത്തോണ്ടിരിക്കും, മിക്കപ്പോഴും പുറത്തായിരിക്കുമല്ലോ. തേജുങ്ങിന്റെ ഡെലിവറി റെക്കോർഡ് സംഘടിപ്പിക്കുന്നുണ്ട്. അത് കണക്ക് ഹീറോയുടെ അടുത്തും പോയിട്ട് അവൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നോട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന സമയത്ത് ഇന്നത് ചെയ്തു എന്നുള്ള ഫുള്ള് വേറെ ബോർഡ്സ് കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ബോർഡിൽ എഴുതി കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഫ്രണ്ട്സും തേജിനും ഗേൾ ഫ്രണ്ടും എന്തിനാ ജയിലിൽ കിടക്കുന്ന ഹീറോ പോലും അവൻ്റെതായ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. അവൻ അന്ന് ചെയ്തു എന്ന് പറയുന്ന ഓരോ സ്ഥലത്തും പോയിട്ട് അന്വേഷിക്കുക, ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുക, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് എല്ലാവരും അത്രത്തോളം കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ ഒരു 30 മിനിറ്റ് മാത്രം മിസ്സാവുന്നുണ്ട്. അത് തേജിനോട് ചോദിക്കുമ്പം അവന്റെ ഡ്രോയറിൽ ഡീറ്റെയിൽസ് ഉണ്ട്, അതൊന്ന് പോയി നോക്കി നോക്കാൻ പറയുന്നു. അങ്ങനെ അതിൽ ഒരുപാടുണ്ട്. അത് ഫുള്ള് തപ്പി കണ്ടുപിടിച്ച് അങ്ങനെ ഹീറോയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അലീബി ഉണ്ട്. അത് കാണുന്ന വക്കീല് ഇത് മതി നമുക്ക് ജയിക്കാൻ പറ്റുന്നുള്ള ഒരു ഹോപ്പും കൊടുക്കുന്നുണ്ട്. പിന്നെ കോർട്ടില് കേസ് നടക്കുന്നതാണ് കാണുന്നത്. ഹീറോയുടെ വക്കീല് ഹീറോയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് പ്രോസിക്യൂഷൻ വക്കീലാണ് വന്ന് സംസാരിക്കുന്നത്. തേജുങ് വളരെ അധികം നല്ലൊരു പയ്യനാണ്, വളരെ ഇന്നസെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലതായിട്ടാ ചെയ്യുന്നത്, അതേ കണക്ക് തന്നെയായിരിക്കും മറ്റുള്ളവരും ചെയ്യാന്ന് വിചാരിക്കുന്നതിനെ കൂട്ട് അത്രത്തോളം ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. അതുകൊണ്ട് എന്നെ എന്ത് ചോദിച്ചാലും സത്യസന്ധമായിട്ടാണ് മറുപടി പറയാ. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇനി കേസിലേക്ക് വരാം. ആ മരിച്ച പെൺകുട്ടി താമസിച്ച സ്ഥലത്ത് തേജുങ് ഡെലിവറി ചെയ്തിട്ടുണ്ട്. വിക്ടിം താമസിച്ച സ്ഥലത്ത് ഡെലിവറി ചെയ്യാന്നുള്ളത് വളരെ കോൺഫിഡന്റൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷെ ഹീറോ അവിടെ 3ാമത്തെ ഫ്ലോർ വരെ കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് 7 മിനിറ്റ് എടുത്തു. അത് കുറച്ച് കൂടുതലല്ലേന്ന് വക്കീല്. തേജുങ് ഓർത്ത് നോക്കുന്നുണ്ട്. അവൻ ഡെലിവറി ചെയ്ത് ഫോട്ടോ എടുത്ത് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ലിഫ്റ്റ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സ്റ്റെപ്പിലൂടെയാണ് ഇറങ്ങി വന്നത്. അപ്പൊ ആ ഒരു പ്ലാന്റ് കണ്ടിട്ട് അത് നീക്കി വെച്ച് അതില് നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു കാര്യമടക്കം വക്കീലിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഓപ്പോസിഷൻ ലോയർ ഒരു ഫൂട്ടേജ് കാണിക്കുന്നു. ഹീറോ ഒരു മുത്തശ്ശിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്യൂട്ട് കേസ് വലിച്ചുകൊണ്ട് പോയില്ലായിരുന്നു ഒരു കുന്നിന്റെ മേലേക്ക്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പം ഇതാണ് കാര്യം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതില് മുത്തശ്ശീനെ കാണാനില്ല. പോരാത്തേന് അതേ സ്യൂട്ട് കേസിലാണ് ആ പെണ്ണിന്റെ മൃതദേഹം റിവറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓപ്പോസിഷൻ വക്കീൽ എന്നെ പറയുന്നുണ്ട് ആ സ്യൂട്ട് കേസ് ഒരുപാട് ഉണ്ടായേക്കാം. അവര് എല്ലാ ക്യാമറാസും ചെക്ക് ചെയ്ത് നോക്കി. പക്ഷേ ഈ ഒരു ഫൂട്ടേജ് ഒഴികെ ഹീറോ ആ സ്യൂട്ട് കേസ് കൊണ്ട് പോകുന്ന ഫൂട്ടേജ് അല്ലെങ്കിൽ ക്യാമറ റെക്കോർഡിങ് എവിടെയും കിട്ടിയിട്ടില്ല. ഒറ്റ ഒരു CCTVയിൽ പോലും. അവിടെ ഒരുപാട് CCTV ഉണ്ട്, എന്നിട്ട് പോലും അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അത് പർപ്പസ്ഫുള്ളി അല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? അവിടെ സ്ഥിരമായിട്ട് പോകുന്ന ക്യാമറകൾ എവിടേക്ക് ഉണ്ട് എന്ന് അറിയാവുന്ന ഒരു പേഴ്സണ് മാത്രമേ ക്യാമറയിൽ ഒന്നും പെടാതെ പോകാൻ പറ്റുള്ളൂ. ഇതും പറഞ്ഞാണ് കോർണർ ചെയ്യുന്നത്. തേജുവിന് എന്താ ചെയ്യണ്ടേന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഒരുമാതിരി തല ഇറങ്ങുന്ന പോലെയൊക്കെ ആവുന്നുണ്ട്. അത് മാത്രമല്ല ഹീറോ കഴിഞ്ഞ ദിവസം ഒരു ഫോൺ കളഞ്ഞു കിട്ടിയിട്ട് തിരിച്ചു കൊണ്ടുകൊടുക്കാൻ പോയായിരുന്നല്ലോ. ആ ഒരു ഫോണ് വിക്ടിമിൻ്റെതാണ്. അത് അവന്റെ കയ്യിലുള്ളതായിട്ട് ഒരു കൺവീനിയൻസ് സ്റ്റോറില് വീഡിയോ ഫൂട്ടേജിൽ കാണാൻ പറ്റും. സംഭവം എനിക്കിങ്ങനെ കളഞ്ഞു കിട്ടിയതാണെന്നൊക്കെ ഹീറോ പറയുന്നുണ്ടെങ്കിലും ആർക്കെങ്കിലും അത് വിശ്വസിക്കാൻ തോന്നുന്നു. അത് മാത്രമല്ല ഹീറോ ആ ഫോൺ കൊണ്ടു കൊടുത്തായിരുന്നല്ലോ. ആ ടണലിൽ നിന്ന് 400 മീറ്റർ മാത്രം അകലേന്നാണ് ആ പെണ്ണിന്റെ ബോഡി കിട്ടിയിട്ടുള്ളത്. ഇതും പോരാണ്ട് വിക്ടിമിന്റെ GPS ലൊക്കേഷനും തേജുവിന്റെ GPS ലൊക്കേഷനും ഒരേപോലെയാണ് കാണിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? എപ്പോഴും ഹീറോയുടെ കൂടെ തന്നെയായിരുന്നു അതുണ്ടായിരുന്നത് എന്ന്. ഇതിന് ശരിക്കും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ തേജുവിനെ കൊണ്ട് സാധിക്കുന്നില്ല. ഇതും പോരാണ്ട് ഫോറൻസിക്കിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഈ അടുത്താണ് അത് കിട്ടിയത്. അതുകൊണ്ട് എവിഡൻസ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് ജഡ്ജിന്റെ അടുത്ത് പെർമിഷൻ ചോദിക്കുമ്പം നേരത്തെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പറ്റത്തില്ലെന്ന് നമ്മുടെ വക്കീല് പറയുന്നുണ്ടെങ്കിലും ജഡ്ജ് പെർമിഷൻ കൊടുക്കുന്നുണ്ട്. മർഡർ നടന്നത് ബാത്റൂമിൽ വെച്ചിട്ടാണ്. ബാത്ടബില് ചൂടുവെള്ളം ഒഴിച്ച് അതില് ആ ലേഡീനെ ഇട്ടിട്ട് വരെ ഉണ്ടായിരുന്നു. ക്രൈം സീനിലെ ഫോട്ടോസില് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്, അത് ഹീറോയുടേതാണ്. ഗേൾ ഫ്രണ്ട് ആണ് അവനത് കൊടുത്തത്. അത് 2 പേരെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഹീറോയ്ക്ക് എന്താ പറയണ്ടേന്ന് മനസ്സിലാവുന്നില്ല. അവനെല്ലാം ചെയ്തത് എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ലോയർ ചോദിക്കുന്ന ചോദ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോ 7 മിനിറ്റ് എടുത്തത് ആ ചെടി നോക്കാനാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു വാം വാട്ടർ ബാത്ടബില് ഫില്ല് ചെയ്യാൻ 7 മിനിറ്റ് എടുക്കുള്ളൂ. പോരാത്തേന് വിക്ടിമിന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഫ്ലൂയിഡ് കിട്ടിയിട്ടുണ്ട്. അതും ഹീറോയുടെ സലൈവയായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം മാച്ചിങ് ആണ്. മൊത്തത്തിൽ പറഞ്ഞാല് ഭയങ്കരമായിട്ട് അവനെ കോർണർ ചെയ്ത് കഴിഞ്ഞു. ഞാനല്ല ഇത് ചെയ്തത് എന്ന് തേജുങ് പറയുന്നുണ്ട്.
കുറച്ചെങ്കിലും ഗിൽറ്റ് തോന്നുന്നുണ്ടെങ്കിൽ എന്തിനാ ഇത് ചെയ്തതെന്ന് ഞങ്ങളോട് പറയണമെന്ന് ലോയറിന്റെ അടുത്ത് ഞാനിത് ചെയ്തിട്ടില്ല, ഞാൻ ഇന്നസെന്റ് ആണെന്നൊക്കെ പറഞ്ഞ് എണീറ്റിരുന്നുണ്ട്. അവിടെയുള്ള ആൾക്കാരാണ് അവനെ പിടിച്ചു വെക്കുന്നത്. ഇതൊന്നും പോരാണ്ട് അവൻ പറഞ്ഞ ആ ഒരു മരം അത് അവിടുത്തെ താമസക്കാരും കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ മരം അവന്റെ ഇമാജിനേഷൻ ആണെന്നാണ് പറയുന്നത്. ഞാനല്ല അത് ചെയ്തത് എന്ന് ഹീറോ കരഞ്ഞ് ഒച്ചയെടുത്ത് പറയുന്നുണ്ട്. അവനെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. അവിടെയുള്ള അവനെ അറിയാവുന്ന ആർക്കും അത് സഹിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ചും തേജിനും ഗേൾ ഫ്രണ്ടിനാണ് അത് തീരെ സഹിക്കാൻ പറ്റാത്തത്. അത് കഴിഞ്ഞ് ഗേൾ ഫ്രണ്ട് തേജുങ്ങിനെ വന്ന് കാണുന്നുണ്ട്. അവന്റെ ലോയർ കിറ്റ് ചെയ്തു. തേജൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് മറ്റൊരു ലോയറെ കണ്ടുപിടിക്കാൻ. തേജുങ് അവളുടെ അടുത്ത് സോറി ചോദിക്കുന്നുണ്ട്. നിന്റെ വലത്തേ കൈ കാണിക്കുന്ന് അവൾ അവന് കൊടുത്ത ബ്രേസ്ലെറ്റ് എവിടെയെന്ന് ചോദിക്കുകയാണ്. അവന്റെ കയ്യിൽ അങ്ങനെ ഒരു സാധനം ഇല്ല, അതെവിടെ പോയതാണെന്ന് അവനോട്ട് അറിയൂല. അത് ശരിക്കും അവനെ തന്നെ ഷോക്കിംഗ് ആണ്. അവളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും എങ്ങനെ അവൾക്ക് വിശ്വസിക്കാൻ പറ്റാ? ആ മർഡർ നടന്ന സ്ഥലത്തു നിന്നാണ് ആ ഒരു ബ്രേസ്ലെറ്റ് കിട്ടിയത്. അത് അവള് തന്നെ കൊടുത്ത ബ്രേസ്ലെറ്റ് ആണ്. പോരാത്തേന് എല്ലാ തെളിവുകളും അവനെതിരെ. ഞാനല്ല ചെയ്തതെന്നാണ് ഹീറോ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തേജുങ് എങ്ങനെയാണ് ഇത് ചെയ്തത് എന്ന് നേരത്തെ പറയുവാണെങ്കിൽ ശിക്ഷ കുറച്ച് കിട്ടും എന്നാണ് വക്കീല് പറഞ്ഞത് എന്നും താൻ ഇനി വെയിറ്റ് ചെയ്യത്തില്ല എന്നുള്ള രീതിക്കും പറഞ്ഞ് ആ മറ്റേ ബ്രേസ്ലെറ്റ് അവിടെ അഴിച്ചു വെച്ചിട്ടാണ് ഗേൾ ഫ്രണ്ട് അവിടുന്ന് പോകുന്നത്. ഇപ്പോഴും തേജുങ്ങിന് അറിയത്തില്ല എങ്ങനെയാണ് ഇതൊക്കെ നടന്നത്, എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന്. അവനെ വലിയ ജയിലിലേക്ക് മാറ്റുന്നുണ്ട്. ഒരു ബസ്സിൽ കുറെ കുറ്റവാളികളുടെ കൂടെയാണ് കൊണ്ടുവരുന്നത്. ജയിലിന്റെ ഉള്ളിലേക്ക് വരുമ്പം അവിടുത്തെ ഇൻമേറ്റ്സ് ഒരുമാതിരി ഒച്ചയുണ്ടാക്കുന്നുണ്ട്. ഒരുമാതിരി പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം. അവിടുത്തെ ഗുണ്ട പോലെ ഒരാളുടെ അടുത്ത് ആരോ എന്തോ ചെവിയിലെന്ന് പറയുമ്പം അയാൾ ഒരുമാതിരി തുറച്ചു നോക്കുന്നു. ഇതൊക്കെ കണ്ട് ഒരുമാതിരി പേടിച്ചിട്ടാണ് ഹീറോ അകത്തേക്ക് പോകുന്നത്. ഇങ്ങനെയാണ് ഫസ്റ്റ് എപ്പിസോഡ് കഴിയുന്നത്.